ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗുനാറ്റാസ് ഫീൽഡ്. അപ്പം നമ്മളിന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിഫ്ത്ത് വീക്കിലെ വൈൽഡ് കാർഡ് എൻട്രിയാണ് നോക്കാൻ പോകുന്നത്. വൈൽഡ് കാർഡ് എൻട്രി വഴി 5 പുതിയ കണ്ടസ്റ്റൻറ്റ്സ് വന്നിട്ടുണ്ട്. അവരാരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കണ്ടസ്റ്റൻറ്റ് ജിഷിൻ മോഹനാണ്. ജിഷിൻ മോഹൻ ഒരു സീരിയൽ ആക്ടറാണ്. ജിഷിൻ മോഹനെ വെൽക്കം ചെയ്യാനായിട്ട് ഹൗസിൽ നിന്ന് വന്നിട്ടുള്ളത് ഷാനവാസാണ്. അതിന് ഒരു റീസൺ ഉണ്ട്. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഷിൻ മോഹൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഷാനവാസ്. അങ്ങനെ അവർ വന്ന് വെൽക്കം ചെയ്ത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് വൈൽഡ് കാർഡ് എൻട്രി കണ്ടസ്റ്റൻറ്റ് ആരാണെന്ന് നോക്കാം. അടുത്ത കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് മസ്താനിയാണ്. മസ്താനി ഒരു ആങ്കറാണ്, അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. മസ്താനി ഹൗസിൽ നിന്ന് വെൽക്കം ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് റെന ഫാത്തിമയാണ്. അതിന് കാരണം അറിയാലോ, റെന ഫാത്തിമ മസ്താനിൻ്റെ ഫ്രണ്ടാണ്. അതിനുശേഷം തേർഡ് വൈൽഡ് കാർഡ് എൻട്രി കണ്ടസ്റ്റൻറ്റ് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീൺ ആണ് അടുത്ത കണ്ടസ്റ്റൻറ്റ്. പ്രവീൺ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. പ്രവീണിനെ അധികം ആർക്കും അറിയത്തില്ല ഹൗസിൽ. അതുകൊണ്ട് അനീഷാണ് പ്രവീണിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത കണ്ടസ്റ്റൻറ്റ് ആരാണെന്ന് നോക്കാം. ഫോർത്ത് വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശ് സാബു ആണ്. ആകാശ് സാബുവിനെ കുറിച്ച് കൂടുതലൊന്നും ഹൗസ് മേറ്റ്സിനും അറിയത്തില്ല. ആര്യനാണ് ഹൗസിൽ നിന്ന് ആകാശ് സാബുവിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ആര്യൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ആകാശ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് നോക്കാം. ഫിഫ്ത്ത് കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് നോക്കാം. ഫിഫ്ത്ത് കണ്ടസ്റ്റൻ്റ് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗസിൽ നിന്ന് വന്നിട്ടുള്ളത് നെവിനാണ്. കാരണം വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനെ ഹൗസിലുള്ള ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് നെവിൻ വന്നത്. അപ്പോൾ കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്. ലക്ഷ്മി ഒരു ആക്ടറാണെന്നാണ് പറയുന്നത്. ലക്ഷ്മിയുടെ ഫിലിം ഇതുവരെയായിട്ടും റിലീസ് ചെയ്തിട്ടില്ല. ആക്ടറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ലക്ഷ്മി ഹൗസിലോട്ട് വെൽക്കം ചെയ്ത് കൊണ്ടുപോയി. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ ഉള്ളത്. അപ്പം ഇങ്ങനത്തെ വീഡിയോസിനൊക്കെ, ബിഗ് ബോസ് അപ്ഡേറ്റ്സിൻ്റെ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.